ഹലോ പീപ്പിൾ, ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. വിഷുവായിട്ട് രണ്ടാമതായിട്ട് കണ്ട സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത് എസ് സുരേഷ് ബാബു തിരക്കഥ ഒരുക്കിയ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസ്, കൈതു ലൊഹാർ, പിന്നെ നമ്മുടെ വിജയരാഘവൻ ചേട്ടനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കൊള്ളാം, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. സിനിമ കൊടുത്ത പൈസയ്ക്കുള്ള മുതലുണ്ടെന്ന് വെച്ചാൽ ഒരു 5 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ മേക്കിംഗ് എല്ലാം കിടിലാണ്. 1950-30 കാലഘട്ടത്തിൽ അങ്ങോട്ടൊരു കഥയാണ്, അതൊക്കെ നല്ല എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജേക്സ് ബിയുടെ മ്യൂസിക്കൽ വർക്ക് കത്തിച്ചിട്ടുണ്ട് തിയേറ്റർ ഫുള്ളും, അത് ഉറപ്പാണ്. നല്ല വിഷ്വൽ ബ്രാൻഡ് സാധനമാണ്. മൂന്നാമത്തെ കാര്യം ടൊവിനോയുടെ പെർഫോമൻസ് കിട്ടിയിലോടുന്നു. നാലാമത്തെ കാര്യം ക്യാമിയോയുടെ നമ്മുടെ ചെറുപ്പകാലം നല്ല കത്തിച്ച് തന്നെയാണ് കയറിയിട്ടുള്ളത്, ഒരു ഒന്നൊന്നര സാധനമായിരുന്നു. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡ് ക്രെഡിറ്റ് സീന്, അതും വേറെ ലെവലാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊടുത്ത പൈസയ്ക്ക് ഈ സിനിമ ഉണ്ടെന്ന്. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് സിനിമ കൈവിട്ട് പോയിട്ടില്ലെന്ന്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഓക്കെയാണ്, പക്ഷേ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റും. എവിടെയൊക്കെ ചെറിയ മിസ്സിംഗ് എന്ന് വെച്ചാൽ ഈ തിരക്കഥ അവിടെയാണ് ചെറിയതായിട്ടൊന്നും പാളിപ്പോയി. ഡയറക്ഷനൊന്നും കുഴപ്പമില്ല. പിന്നെ ചെറിയ ആക്ഷൻ ബ്ലോക്കൊക്കെ അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. അതെൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പക്ഷേ ക്ലൈമാക്സിൻ്റെ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലായിരുന്നു. ആ മ്യൂസിക്കൽ വർക്കും കൂടെ ഒന്ന് ടൊവിനോ വേറെ ഒരു കൊളുത്തിയായിരുന്നു. പിന്നെ കൈതുവിന് അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ തിയേറ്ററിൽ ചെന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പാട്ടൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ, മറ്റേ പള്ളിച്ചട്ടമ്പീര് അതെല്ലാം കിട്ടില്ലായിരുന്നു, എല്ലാ പാട്ടും. BGM അടിപൊളിയായിരുന്നു. ക്യാമിയോ നല്ല കത്തി. പക്ഷേ തിയേറ്ററിൽ എന്തൊക്കെ കത്തിച്ചാലും പക്ഷെ ഒരു കൈയടി അങ്ങനെ വന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്നതിനോട് ചോദിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് കൊള്ളാം, കണ്ടിരിക്കാം, ഇങ്ങനെയാണ് പറയുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രതീക്ഷയില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ആ ക്യാമിയോ ആരാണെന്ന് ഇപ്പോൾ എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കും അറിയാൻ പറ്റും കാണാത്തവർക്കായാലും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ചെറുപ്പകാലം കിടിലും ഒരു സാധനം, എൻഡ് ക്രെഡിറ്റ് സീനും കിടിലും, ക്ലൈമാക്സും പൊളി. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പള്ളിച്ചട്ടമ്പിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു തരക്കേടില്ല സിനിമ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.